ഹലോ, എൻ്റെ കുട്ടിക്കാലം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു വാട്ടർ തീം പാർക്കിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷെ അത് ചെറുപ്പം മുതലേ നടന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പോയിട്ടൊക്കെ ഉണ്ട് വാട്ടർ തീം പാർക്കിൽ. പക്ഷെ എൻ്റെ ഉമ്മ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു സംഭവത്തിലും കയറ്റാൻ സമ്മതിക്കില്ല. അതുകൂടാതെ നല്ല തല കറങ്ങണ റെയ്ഡ്സിലും കയറ്റൂല, വെറുതെ ഊഞ്ഞാലാടിയ അത്ര നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഒരു പ്രായത്താണ് കേട്ടോ ഇതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാത്ത പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനും വല്ലാത്ത ഉമ്മക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ മക്കളെ കാര്യം പറയണ്ടല്ലോ, അവരും ആദ്യമായിട്ട് തന്നെയായിരുന്നു. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വെങ്ങാടുള്ള ഫ്ലോറ ഫാൻറ്റസിക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അവിടുത്തെ പ്രേതക്കോട്ടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. സംഭവം പേടിക്കാനൊന്നും ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഓരോ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടിയാവുമല്ലോ, ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അത്യാവശ്യം റൈഡ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ടൈമിലുണ്ടല്ലോ അവിടെ ഫാമിലീസായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് 1000-ഓളം സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരവണ്ണം നമുക്ക് റൈഡിലൊന്നും കയറാൻ പറ്റില്ല, കാരണം എല്ലാത്തിലും കുട്ടികളുണ്ടാവും. പിന്നാലെ തിക്കി തിരക്കിയിട്ട് പിന്നെ ഞങ്ങൾ യന്ത്രൂനാലിലൊക്കെ കയറി. പക്ഷേ സ്പീഡ് ഭയങ്കര കുറവായിരുന്നു. പൊരും വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാലും പോരാ, അങ്ങോട്ട് ചുട്ട് പഴുക്കണ വെയിലായിരുന്നു. ഒരു റൈഡിലേക്ക് താത്തതെ കുട്ടിയെ കൊണ്ടാട്ടോ കയറിയിട്ടില്ല. എൻ്റെ വല്ലാത്തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പ്രത്യേകിച്ച് ഹയമോളെ നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൈഡിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വലിയ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. സംഭവം വാട്ടർ തീം പാർക്കിൽ പോയിട്ട് വാട്ടർ ഏരിയ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ടുള്ള വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കല്ല, പിന്നെ അതൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് കരുതി. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഒച്ചയും പൊളിയിട്ടുണ്ടായിരുന്നു. കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര സ്പീഡിലാണ് ആ ഒരു ഐറ്റം പോയിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ അടിപൊളി റൈഡ്സ് അവിടെ വേറെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് കയറിയാലും ഞാൻ ഒച്ചയും എടുക്കും. അതുകൊണ്ട് പിന്നെ അധികം റൈഡിലൊന്നും കയറാൻ നിന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ വാട്ടർ ഏരിയയിലേക്ക് പോയി നട്ടുച്ചയ്ക്ക്. പക്ഷെ അവിടെ പോയിട്ടുണ്ടല്ലോ അടിപൊളിയായിരുന്നു. പോരാത്തിന് എൻ്റെ കുഞ്ഞാത്താന്ന് കഴിഞ്ഞൊരു അടിപൊളി ചവിട്ടും കിട്ടിയോണ്ട് ഒരു 2 ആഴ്ചയോളം എനിക്ക് നല്ല നടുവേദന വരുന്നുണ്ട്. സംഭവം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒച്ചുണ്ടാക്കൽ കൂടി കേട്ടോ. അതുകൊണ്ട് റൈഡ് വേഗം നിർത്തിയിട്ടുണ്ടായിരുന്നു. താത്താക്കും കുഞ്ഞോനിക്കൊന്നും നിർത്താൻ തീരെ കംഫർട്ടായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് വെച്ചിരുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ ഓടുന്ന ലൈറ്റായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ തോന്നും ഈ ബെൽറ്റെങ്ങാനും ഊരി പോകാനോ അനെങ്ങാനും കൊയിനാടോ, ആ ഒരു പേടിയാണ് കേട്ടോ ഏറെ ഉണ്ടാവുക. വാട്ടർ ഏരിയ പോയപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ ലോക്കറിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ വാട്ടർ റൈഡിലും ഞാൻ പോയിട്ട് എന്താ പറയുക, വെള്ളം കുടിക്കേണ്ടിരുന്നു എനിക്ക് പണിയുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒട്ടും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളായിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തോന്നുന്നു വെള്ളത്തിലേക്ക് ഒരുമാതിരി ഉപ്പ് രസമായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.